പശ്ചിമേഷ്യൻ സംഘർഷം ഭൂമിയിൽ പ്രത്യേകിച്ചും ഗാസയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിതവും എന്നാൽ അതിശക്തവുമായ ഇടപെടൽ അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ അദ്ദേഹത്തിന്റെ അതുല്യമായ ശൈലിയെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇസ്രയേലും ഹമാസും തമ്മിൽ ഈജിപ്തിൽ നിർണായക ചർച്ചകൾക്ക് ഒരുങ്ങുന്ന വേളയിൽ വൻ രക്തച്ചൊരിച്ചിലിന് സാധ്യതയുണ്ടെന്ന ട്രംപിന്റെ മുന്നറിയിപ്പും സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം ഉടൻ പൂർത്തിയാക്കണമെന്ന അന്ത്യശാസനവും മേഖലയിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിച്ചിരിക്കുകയാണ്. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിയ പ്രഖ്യാപനങ്ങൾ പതിവ് നയതന്ത്ര രീതികളിൽ നിന്നുള്ള വ്യതിയാനമാണ്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംഘർഷം താൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന ട്രംപ് ചർച്ചകളിലെ കാലതാമസം ലോകം ആഗ്രഹിക്കാത്ത വൻതോതിലുള്ള രക്തച്ചൊരിച്ചിലിന് വഴിയൊരുക്കുമെന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. ഈ വാരാന്ത്യത്തിൽ ഹമാസുമായും മറ്റ് ലോകരാജ്യങ്ങളുമായും വളരെ നല്ല ചർച്ചകൾ നടന്നുവെന്നും അത് വേഗത്തിൽ പുരോഗമിക്കുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ബന്ദിമോചനം, ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കൽ, പശ്ചിമേഷ്യയിലെ സമാധാനം സ്ഥാപിക്കൽ എന്നിവയാണ് ഈ ചർച്ചകളുടെ പ്രധാന ലക്ഷ്യമെന്നും ട്രംപ് ഊന്നി പറയുന്നു. ഇസ്രയേലിനോട് അടുത്ത ബന്ധം പുലർത്തിയത് ട്രംപ് ഇപ്പോൾ ഹമാസിനോടും വിട്ടുവീഴ്ചയില്ലാതെ വേഗത്തിൽ സമാധാന കരാറിൽ ഏർപ്പെടാൻ ആവശ്യപ്പെടുന്നത് അദ്ദേഹം ഇരുപക്ഷത്തും ഒരുപോലെ സമ്മർദ്ദം ചെലുത്തുന്നു എന്നതിന്റെ സൂചനയാണ്. ട്രംപിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഒക്ടോബർ 3 രാത്രിയിൽ ഹമാസ് സമാധാന പദ്ധതിയുടെ ചില ഭാഗങ്ങൾ അംഗീകരിച്ചത്. യുദ്ധം അവസാനിപ്പിക്കൽ, ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം, ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കൽ എന്നിവയായിരുന്നു ഇതിലെ പ്രധാന വിഷയങ്ങൾ. എന്നാൽ ട്രംപിന്റെ മുന്നറിയിപ്പിന് മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രായേൽ ആക്രമണം നടത്തുകയും 6 പേർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം സമാധാന ശ്രമങ്ങൾക്കിടയിലും സംഘർഷം എത്രത്തോളം അക്രമാസക്തമായി തുടരുന്നുവെന്നും വ്യക്തമാക്കുന്നു.